അർജുൻ കല്യാടിലേക്ക് കൂടി പോവുകയാണ്. അർജുൻ, ഇന്ന് മാത്രമല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നത് SIT അന്വേഷണം പേരിന് മാത്രമാണ് എന്നതാണ്. ഈ ADMന്റെ മരണം നടന്ന 44 ദിവസം പിന്നിടുമ്പോൾ നമുക്കും തോന്നുന്നത് അത് തന്നെയാണ്. അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചതാവട്ടെ, മൊബൈൽ രേഖകൾ ശേഖരിച്ചതാവട്ടെ, അത് മാത്രമായി അത് അവസാനിക്കുകയാണ്. പുതിയ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. പുതിയ ആളുകളിലേക്ക് അന്വേഷണം പോയിട്ടില്ല, അല്ലെങ്കിൽ ഈ ആരോപണ വിധേയരായ ആളുകളിലേക്കൊന്നും അന്വേഷണം പോയിട്ടില്ല. നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും അന്വേഷിച്ചിട്ടില്ല എന്നത് തന്നെയല്ലേ വ്യക്തമാകുന്നത്? തീർച്ചയായിട്ടും വിനീത്, അതായത് നവീൻ ബാബുവിൻ്റെ കുടുംബം ആദ്യഘട്ടം മുതൽ തന്നെ പോലീസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അവിശ്വാസങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. PP ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്ന വേളയിൽ, അതിനുശേഷം PP ദിവ്യയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലെല്ലാം തന്നെ കോടതിയിൽ നടന്നിട്ടുള്ള വാദങ്ങൾക്കിടെ കുടുംബത്തിനായി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സംശയങ്ങൾ കോടതിയെ ബോധിപ്പിച്ചിരുന്നു, ധരിപ്പിച്ചിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഈ പോലീസ് അന്വേഷണത്തിലുള്ള ചില പോരായ്മകൾ ഈ കുടുംബത്തിൻ്റെ ഭാഗമായിട്ടുള്ള അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോൾ CBI അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുന്ന ഹർജിയിലും അതിൻ്റെ ഒരു പടി കൂടി കടന്നുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഹർജിയിലെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഈ 44 ദിവസം, അതായത് ഒക്ടോബർ മാസം 14-ാം തീയതിയാണ് ഈ യാത്രയപ്പ് സമ്മേളനം നടക്കുന്നത്. 15-ാം തീയതി പുലർച്ചയോടുകൂടിയാണ് ADM നവീൻ ബാബുവിനെ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഇന്നേക്ക് 44 ദിവസം ആവുകയാണ്. ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നത് ഒക്ടോബർ മാസം 25-ാം തീയതിയാണ്. ഒക്ടോബർ മാസം 25-ാം തീയതി അന്വേഷണ സംഘം രൂപീകരിച്ച് ഇന്നിപ്പോൾ ഒരു മാസം പിന്നിടുകയാണ്. 33 ദിവസം കഴിഞ്ഞു, 34-ാമത്തെ ദിവസമാണ്. ഈ 34-ാമത്തെ ദിവസത്തിനിടയിൽ എന്താണ് ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചത്, അല്ലെങ്കിൽ പുതിയതായി അവർ കണ്ടെത്തിയിട്ടുള്ള തെളിവുകൾ എന്താണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണത്തിൽ SIT കാര്യമായ രീതിയിൽ ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു കൃത്യമായ ഉത്തരമില്ല. നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് ബോധ്യമാവുന്നത് അത്തരത്തിൽ ഈ അന്വേഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഒരു തരത്തിൽ പോലുമുള്ള മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ SIT സംഘം അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലാണ് ഈ കുടുംബത്തിൻ്റെ അഭിഭാഷകൻ ഈ മഞ്ജുഷയുടെയും അതുപോലെ തന്നെ ഈ നവീൻ ബാബുവിൻ്റെ മറ്റ് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം കോടതിയിൽ പറയുന്നത്. അതിനുശേഷം മാത്രമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ മഞ്ജുഷയുടെയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെയും മൊഴി രേഖപ്പെടുത്താൻ പോലും തയ്യാറാവുന്നത്. അതുവരെയുള്ള ഈ SIT സംഘം രൂപീകരിച്ചാൽ സ്വാഭാവികമായും മൊഴി രേഖപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടതാണ്. പക്ഷേ അതുപോലും കോടതിയിൽ ഒരു വാദമായി വന്നതിന് ശേഷം മാത്രം മൊഴി രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ പ്രോസിക്യൂഷനെതിരെ അന്വേഷണ സംഘത്തിനെതിരെ ഒരു വിമർശനമായി കോടതിയിൽ കുടുംബത്തിൻ്റെ അഭിഭാഷകൻ ബോധിപ്പിക്കുമ്പോൾ മാത്രം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ളൊരു സമീപനമാണ് ഈ അന്വേഷണ സംഘം സ്വീകരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ CCTV ദൃശ്യങ്ങളും നേരത്തെ ശേഖരിച്ചിട്ടുള്ള മൊബൈൽ ഡാറ്റകളും എന്നതിൽ കവിഞ്ഞ് മറ്റൊരു പുതിയ തെളിവും ഈ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടില്ല എന്നത് ഈ അന്വേഷണ സംഘം ഇത്രയും ദിവസം എന്ത് ജോലിയാണ്, അല്ലെങ്കിൽ എന്താണ് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യമായിട്ടുള്ള ഒരു വിമർശനം ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്നുൾപ്പെടെ ഉണ്ടാവുകയാണ്. ഇതിൽ ആദ്യഘട്ടം മുതൽ തന്നെ സർക്കാരും പാർട്ടിയും സ്വീകരിച്ച ഒരു നിലപാട് അന്വേഷണത്തിൻ്റെ ഭാഗമായി വളരെ ശക്തമായ രീതിയിൽ തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെ ഉണ്ടാവുമെന്നുള്ള കാര്യമാണ്. പക്ഷേ ഈ അന്വേഷണത്തിൻ്റെ മെല്ലെപ്പോക്ക് സാക്ഷ്യപ്പെടുത്തുന്നത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് സർക്കാരും പാർട്ടി സംവിധാനങ്ങളും നൽകിയിട്ടുള്ള ഉറപ്പുകളൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് പരസ്യമായ രീതിയിൽ പാർട്ടിക്കെതിരെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ ഉൾപ്പെടെ പാർട്ടി സംരക്ഷണം PP ദിവ്യയ്ക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം പോലും രേഖപ്പെടുത്തേണ്ടി വന്നത്. ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ഒരിക്കൽ പോലും പാർട്ടിയെയും സർക്കാരിനെയും ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലാക്കണമെന്നുള്ള ഉദ്ദേശം ഈ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിലും ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം നടത്തി പാർട്ടിയെയും സർക്കാരിനെയും ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവരുടെ മാത്രമല്ല ഇപ്പോൾ കോടതിയിലെ വാദങ്ങളിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതുവരെ ഒരു പരസ്യ പ്രതികരണത്തിന് ആ കുടുംബം തയ്യാറായിട്ടില്ല, പ്രത്യേകിച്ച് നവീൻ ബാബുവിന്റെ ഭാര്യ തയ്യാറായിട്ടുമില്ല. പക്ഷേ അർജുനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 അന്വേഷണ റിപ്പോർട്ടുകളുണ്ട്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീതയുടേത് ഉൾപ്പെടെ അന്വേഷണ റിപ്പോർട്ടുകളുണ്ട്. അതിൽ കളക്ടർക്കെതിരെ നടപടി
നടപടി വന്നേക്കും എന്നതുൾപ്പെടെയുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ അന്വേഷണ റിപ്പോർട്ടുകൾ നൽകി ഇത്രയധികം ദിവസമായി, ഏതാണ്ട് 3 ആഴ്ച പിന്നിട്ടും അതിലും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ്. മുഖ്യമന്ത്രിക്ക് നവംബർ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ റിപ്പോർട്ട് നൽകുകയും ചെയ്തതാണ്. എന്നിട്ടും ഒരു നടപടിയും ഇതുവരെ